പ്രിയമുള്ളവരെ, അപ്നാദേശ് ടി വിയുടെ സഫലമി പൗരോഹിത്യ യാത്ര എന്ന പ്രോഗ്രാമിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട തോമസ് മാമ്പഴക്കൽ അച്ഛനാണ്. മറ്റക്കരയിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച് രൂപതാ വൈദികനായി 75 വയസ്സ് പൂർത്തിയായപ്പോൾ വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ച നമ്മുടെ തോമസ് അച്ഛൻ്റെ കഴിഞ്ഞകാല അനുഭവങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 10-20 കേസെങ്കിലും ഈ പറയുന്ന കാഞ്ഞിരത്തിൻ്റെ പേരുണ്ടായിട്ടുണ്ട്. ശരി, ഉണ്ടായിട്ടുണ്ട്. ഇത് യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നിങ്ങളവിടെ അടുത്ത് സ്ഥലം അന്വേഷിക്കും. ഇതിപ്പോൾ നമ്മുടെയൊക്കെ ആ പ്രത്യേക മൂഡിൽ നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കലയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത്യാവശ്യം വരികയാണെങ്കിൽ നമുക്ക് വേഗം ശരിയാക്കാം. അച്ഛനെ ഒരു പരിധിവരെയും ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ഭയപ്പാടായി. കാരണം അച്ഛൻ്റെ കൂട്ടത്തിൽ ആളുണ്ടായിരുന്നു. ഒന്ന് ശരിപ്പിതാവ് ഉദ്ദേശത്തോടുകൂടിയാണ് എന്നെ വിട്ടത്. ഇവിടുത്തുകാർക്ക് അതിൻ്റെ സ്ഥലം മാറ്റം ഇഷ്ടപ്പെട്ടില്ല. അവർ പ്രശ്നങ്ങളുണ്ടാക്കി. സാധാരണഗതിയിൽ തറപ്പിതാവിൻ്റെ ഇടയ്ക്കൽ ഈ കാഞ്ഞിരത്തിങ്കലല്ലെങ്കിൽ എനിക്കന്നവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് എനിക്ക് സംശയമുണ്ട്. അവിടെ എല്ലാ അച്ഛനെയും സംരക്ഷിക്കുന്നത് ഈ ജനങ്ങളാണ്. അച്ഛൻ്റെ സെമിനാരി പ്രവേശനം, അതിന് സാധ്യമായ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? എനിക്ക് 12 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ സഹോദരങ്ങൾ 4 പേരും മാതാപിതാക്കന്മാരും കൂടി പയ്യാവൂർക്ക് പോകുന്നത്. അപ്പോൾ സ്ഥലം വിൽക്കാതെയാണ് പോയത്. അപ്പോൾ എനിക്ക് 12 വയസ്സേ ഉള്ളൂ. ശരി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പഠിക്കാനുള്ള സൗകര്യം അവിടെ ഇല്ല തുടർന്ന്. പിന്നെ അവിടെ വീട്ടിലെ പ്രത്യേക സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് അതിനൊരു വലിയ പ്രോത്സാഹനം സ്കൂൾ അവിടെ ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ട്. അങ്ങനെ 2 വർഷം പഠിപ്പ് മുടക്കി ഞാൻ അവിടെ നിന്നു. അവരുടെ കൂടെ നിന്ന് അവരോട് സഹകരിച്ച് പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി, എനിക്ക് തിരിച്ചു പോരണം. വീടുണ്ടല്ലോ, മറ്റേ വീടുള്ളത് ഞാൻ വിറ്റിട്ടില്ല. അപ്പോൾ അവിടെ ഒരു ഹൈന്ദവ കുടുംബം താമസിക്കുന്നത്. അവർക്കാണ് നമ്മൾ പാട്ടത്തിന് കൊടുത്തത്. അപ്പോൾ അവരുടെ കൂടെ താമസിച്ചു. അപ്പോൾ എൻ്റെ ഈ മിഡിൽ സ്കൂള് അവിടെ നടത്തി. പ്രൈമറി സ്കൂൾ നടത്താൻ നമ്മുടെ ഇടവപ്പള്ളിക്ക് പ്രൈമറി സ്കൂളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അടുത്ത പള്ളിക്ക് അയൽക്കത്തെ പള്ളി, അത് ചങ്ങനാശ്ശേരി രൂപതയിൽപ്പെട്ട പള്ളി, അവിടെ മിഡിൽ സ്കൂള് പൂർത്തിയാക്കി. പിന്നെ നമ്മുടെ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലായിരുന്നു കിടങ്ങൂർ. കുറച്ച് ദൂരമുണ്ട്, ഒരു 7-8 കിലോമീറ്റർ ഉണ്ട്. പിന്നെ എളുപ്പവഴിക്കൊക്കെ പോയി. അത് കഴിഞ്ഞപ്പോൾ തിരിച്ച് ചെയ്തില്ലെന്ന് അങ്ങോട്ടേ. അപ്പോൾ അതിനിടയ്ക്ക് മാതാപിതാക്കന്മാർ സഹോദരന്മാരും ഒക്കെ വന്ന് അന്വേഷിച്ച് പോരായികളൊക്കെ നികത്തി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാഞ്ഞിരത്തിങ്കലച്ചനാണ് അവിടുത്തെ വികാരി. ശരി. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ചരിത്രമുണ്ട്. അദ്ദേഹം അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഒരു പള്ളിക്ക് ഉള്ള പുരോഗതിയും എല്ലാം അടിസ്ഥാനപരമായിട്ട് തുടങ്ങി വെച്ചത് പുള്ളിയാണ്. അതൊക്കെ അന്ന് വലിയ അവിടുത്തെ സ്ഥിതി പറഞ്ഞാൽ കാലഘട്ടം അത് 1947 എനിക്ക് തോന്നുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത്. പക്ഷേ എങ്കിലും ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് അവിടെ അത്രയും ശക്തിയില്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് അവിടെ ഒരു മുൻകൈ കിട്ടാൻ വേണ്ടിയിട്ട് അവർ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു? ശക്തമായി
ഈ കാഞ്ഞിരത്തിങ്കളച്ചൻ എന്നവിടെ കാഞ്ഞിരത്തിങ്കളച്ചൻ വികാരിയാണ്. 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 ഈ പറയുന്ന അന്ന് ഇന്ന് കാണുന്ന ചമതച്ചാലില്ല, ഇല്ല. ചമതച്ചാല് പള്ളിയില്ല, നെച്ചിക്കാട് പള്ളിയില്ല, പള്ളിയില്ല, തിരൂരില്ല. അങ്ങനെ ആ ഏരിയയിൽ ആ പള്ളി, പിന്നെ നമ്മുടെ പയ്യാവൂർ ടൗൺ പള്ളിയില്ല. ഇല്ല. അപ്പം പിന്നെയുള്ളത് നമ്മുടെ മടമ്പത്തിൻ്റെ ഏരിയ അങ്ങോട്ട് 56 മുതൽ അലക്സ് നഗർ മുതൽ അതുപോലെ. അപ്പോൾ ഈ പള്ളിയിൽ ആ ഏരിയ മുഴുവൻ ഈ അച്ഛൻ്റെ മേൽനോട്ടത്തിലാണ്. അല്ല, അച്ഛനാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടത്. അതിനിടയ്ക്ക് അദ്ദേഹത്തിന് ഈ പറയുന്ന ഈ ഒരു എതിർപ്പ് ജനങ്ങളിൽ നിന്നല്ല. പള്ളി നിർമ്മിക്കുന്നതിനാണോ? അല്ല, പള്ളി നിർമ്മിക്കുന്നില്ല. ഈ അവിടെ പാർട്ടി പ്രവർത്തനം, ആ പ്രവർത്തനത്തിൽ അല്ല. അപ്പം അച്ഛനോട് എതിർപ്പ് വരാൻ കാരണം എന്താ ശരിക്കും? അവരുടെ നമ്മുടെ ആളുകൾ സാധാരണക്കാരാണ്, കർഷകരാണ്. അപ്പോൾ അവർ പരമാവധി നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ഒരു അവരുടെ പാർട്ടിയിലേക്ക് വരാനുള്ള ഒരു അതിൻ്റെ സർവ്വ കഴിവുകളും അവിടെ നോക്കുന്നുണ്ട്. അത് അവിടുത്തെ ഭരണാധികാരികൾ, അവിടെ വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ ഒരു പവറാണ്. അയാൾ പറയുന്നതാണ് അവിടുത്തെ പ്രമാണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് ഒത്തിരി സഹിക്കേണ്ടി വരും. പല എന്തെങ്കിലുമൊക്കെ കേസുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായാൽ അവരുടെ ആ ഒരു ആശയത്തിലെ കാര്യങ്ങൾ പോകുള്ളൂ. അത് പക്ഷേ ഇദ്ദേഹം വന്നതിന് ശേഷം ആകെ മൊത്തം ആ ഒരു രീതിക്ക് മാറ്റം വന്നു. അല്ലാതെ അച്ഛനെ ഒരു സപ്പോർട്ടായ അല്ലേ ജനങ്ങൾക്ക്? ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം അന്ന് അവിടെ വരുന്നില്ലെങ്കിൽ അന്നും അവിടെ ഒരു നല്ല ജനസംഖ്യ ഉണ്ട് നമ്മുടെ മടമ്പം കുടിയേറ്റം. മടമ്പുമായിട്ട് ബന്ധമില്ല. മടമ്പം, അലക്സ് നഗർ അതെല്ലാം വേറെയാണ്. എങ്കിലും ഞാൻ ആ പറഞ്ഞ ഈ പയ്യാവൂര് പള്ളിയുടെയും ആ ഏരിയ മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ. അപ്പം ഇവരെ ഈ ജനങ്ങൾ, നമ്മുടെ ആളുകളെ ശരിയായി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർക്ക് അവിടെ കുറച്ച് ശക്തി കൂടുതലുണ്ട്. അവർ നമ്മുടെ കുറേ പേര്, ഏതാനും പേരെ ഓൾറെഡി അവർ ഇതിൻ്റെ വക്താക്കളാക്കിയിട്ട് മാറ്റി. അതുകൊണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 10-20 കേസെങ്കിലും ഈ പറയുന്ന കാഞ്ഞിരത്തിങ്കളച്ചൻ്റെ പേരിലുണ്ടായിട്ടുണ്ട്. ഇത് യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ ചരിത്രങ്ങൾ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. 2 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് മൊത്തം ഒരു ഐഡിയ ഉണ്ട് അതിനെ സംബന്ധിച്ച്. അതുകൊണ്ട് അച്ഛൻ്റെ കൂടെയായി. അല്ല, അച്ഛൻ്റെ നമ്മുടെ ഇടവക്കാരല്ലേ? പിന്നെ അതെ. അന്ന് ഏകദേശം എത്ര ഇടവക്കാർ കാണും അവിടെ? അന്ന് ഈ പറയുന്ന 5-6 പള്ളി, 4-5 പള്ളികൾ മൊത്തം നോക്കുമ്പോൾ ഒരു 500 വീട്ടുകാരും അന്നത്തെ കാലത്തുണ്ട്. ഉണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന ഇത്രയും വിസ്തൃതമായി കിടക്കുന്നതല്ലേ. അങ്ങനെ അപ്പോഴാണ് ഞാനിങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് അവിടെ. അപ്പോൾ അച്ഛനോട് ചോദിച്ചു എങ്ങനെയായാലും ഭാവി എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അതെന്തുമാത്രം പ്രായോഗികമാകുന്ന ആ പ്രത്യേക സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം എനിക്ക് പ്രായം കുറവ്. അപ്പം മാതാപിതാക്കൾ അല്ല, ബാക്കിയുള്ളവരെല്ലാം മലബാറിലെ, എൻ്റെ സഹോദരന്മാരും എല്ലാവരും മലബാറിലെ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഏതായാലും ദൈവത്തിൻ്റെ കുറവുകൊണ്ട് ഞാൻ 10ാം ക്ലാസ് ഇവിടെ തിരിച്ചു വന്ന് 10ാം ക്ലാസ് പാസ്സായി. സെൻറ്റ് മേരീസ് പാസ്സായി. പിന്നെ ഞാൻ തിരിച്ച് ചെന്ന് അപ്പം അച്ഛന് ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠന്മാർ, ഈ അച്ഛനൊരു കാവൽക്കാരെന്ന രീതിയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. യെസ്, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലെങ്കിലും വളരെ പള്ളി വികാരിച്ചനെ അങ്ങേയറ്റം. കാരണം ഞാൻ പറഞ്ഞത് സത്യമാണ്. 20 കേസ് മറ്റും ഉണ്ടായിരുന്നു
അച്ഛനേതായിട്ട്. അവിടെ എല്ലാ അച്ഛനെ സംരക്ഷിക്കുന്നത് ഈ ജനങ്ങളാണ്. ജനങ്ങളാണ്. അപ്പം അവർക്കും മനസ്സിലായി ഇദ്ദേഹത്തോട്. അന്ന് അച്ഛൻ അന്ന് കോൺഗ്രസിൻ്റെ ഒരു ആധിപത്യം കൂടുതലുള്ളൊരു സമയമായിരുന്നു. അന്ന് ഇദ്ദേഹം നല്ല പ്രാസംഗികനാണ്. കണ്ണൂരെല്ലാം പോവും, ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോവും. കണ്ണൂർ പോയി അവിടെയെല്ലാം പ്രസംഗിക്കാനായിട്ടൊക്കെ പോവും. അതുകൂടാതെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒക്കെ പോയി കൂത്താട്ടോളം മേരി എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റ് അവരെയൊക്കെ അങ്ങ് കൊണ്ടുവരുമായിരുന്നേ. പക്ഷേ അച്ഛനെ ഒരു പരിധി വരെയും ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ഭയപ്പാടായിരുന്നു. കാരണം അച്ഛൻ്റെ കൂട്ടത്തിൽ ആളുണ്ടായിരുന്നു. പിന്നെ ഒരു 10-20 വീട്ടുകാർ എന്ന് പറഞ്ഞാൽ അതിലെ ഈ അവർക്ക് വേറെ പണിയൊന്നുമില്ല. ഈ അവരിങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിൽ അവർ വളച്ചെടുത്തു. പാർട്ടിക്കാർ വളച്ചെടുത്തു. അതിൽ പ്രമുഖന്മാരായിരുന്നു. ഒന്ന് ഒഴുവൂരുടെ കുന്നുംപുറത്ത് ഉതുപ്പെന്ന് പറയും, പുള്ളി മരിച്ചുപോയി. പിന്നെ ചേർപ്പെങ്കിലെ വാരികാട്ടുകാർ കാർന്നവരുണ്ടായിരുന്നു. അവരുടെ ബാക്കിയുള്ളവർ അവിടെ ഉണ്ട് ഇപ്പോഴും. അവരൊക്കെ ഇതിലേക്ക് പോയി. അവരിതിൻ്റെ പ്രചാരകരായിട്ട് അവിടെ നമ്മുടെ ഇന്നിപ്പം നമ്മുടെ പള്ളി ഇരിക്കുന്ന ആ സ്ഥലം അവരിൽ ഒരാളുടെ ആയിരുന്നു. അത് പള്ളി വാങ്ങിക്കാനിടയായി. അങ്ങനെ വന്ന് അവർക്ക് അവിടെ ഒരു ആസ്ഥാനമുണ്ട്. അപ്പോൾ ഇവരാണ് ഈ ബ്രെയിൻ വാഷ് ചെയ്യുന്നത്. അതൊരു വലിയ സംഘടന തന്നെയായിരുന്നു. അച്ഛനൊരു കോൺഗ്രസിന്റെ നേതാവായിട്ട് അത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ടടുത്തല്ലേ, ആ കാലഘട്ടത്തിലല്ലേ? സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അവർക്കതിനുള്ള ഒരു തെളിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഇടയ്ക്കൽ അച്ഛൻ എന്നെ വിളിച്ച് ചോദിച്ചു, ഇനിയിപ്പം എന്നെ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒരു പ്രത്യേക ഉദ്ദേശം പറയാനിപ്പം എനിക്ക് മുന്നോട്ട് വൈദികനാകണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ അത് തുറന്ന് പറഞ്ഞിട്ട് അവിടെ വലിയ മെച്ചം കിട്ടാനില്ല. വീട്ടിലിപ്പോൾ അത്ര പ്രായോഗികമായിട്ട് എന്നെ ആ രീതിയിൽ അയക്കാനൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അവർക്ക്. എന്നാലും താല്പര്യം പറയാൻ പറഞ്ഞു എന്നോട് അച്ഛനെ. ഞാൻ പറഞ്ഞു, അച്ഛാ ഇതാണ് എൻ്റെ താല്പര്യം. പിന്നെ അച്ഛൻ്റെയൊക്കെ സഹായവും അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആ വഴിക്ക് പോകാം. അതല്ലേ നല്ലത്. അച്ഛൻ എന്നെ കൊണ്ടുവന്ന് കോട്ടയത്ത് കൊണ്ടുവന്ന് അന്ന് തറയപ്പിതാവ്. സാധാരണഗതിയിൽ തറയപ്പിതാവിൻ്റെ ഇടയ്ക്കൽ ഈ കാഞ്ഞിരത്തിങ്കലച്ഛനല്ലെങ്കിൽ എനിക്കന്നവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല, മറ്റൊന്നുമല്ല, ഇപ്പം ഞാനിപ്പോൾ ഒരു സാധാരണ കുടുംബം. അപ്പോൾ അവിടെ വന്നു. ഇനിയിപ്പം എനിക്ക് എൻ്റെ പശ്ചാത്തലം കാര്യങ്ങളൊക്കെ വരുമ്പോൾ വലിയ അന്നെന്ന് പറഞ്ഞാൽ കൂടുതലും സാമ്പത്തികമുള്ള കുടുംബങ്ങളിൽ നിന്നാണ് അച്ഛന്മാരാണ് തറയെന്നും പിന്നെ മാക്കിയെന്നും അങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങൾ. അത് അന്നത്തെ ട്രെൻഡ് അതാണ്. ഏതായാലും എന്നെ അവിടെ സ്വീകരിച്ചു. ഞാനവിടെ പെരിസന്മാരി മറ്റോ. അപ്പോൾ അവിടെ ഇപ്പം ഞാൻ അവിടുത്തെ ഒരു അംഗമായി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അവരും പിന്നെ ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരും സഹോദരങ്ങളൊക്കെ മലബാറിലാണെന്ന് അറിയുകയും ചെയ്യാം. അത് പഠിക്കുന്ന കാലത്തും സെൻറ്റ് മേരീസിലുള്ളവർക്കാണേലും ഇപ്പം ഞാൻ പഠിച്ച സ്കൂളുകളിലെ പിള്ളേർക്കൊക്കെ അറിയാം. ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ സഹോദരന്മാരും അച്ഛനും അമ്മച്ചിയൊക്കെ എവിടെയാണ് എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ എന്നോടൊരു അനുകമ്പയും സ്നേഹമായിരുന്നു. അതെ. അത് എൻ്റെ കൂടെ പഠിച്ച അച്ഛന്മാരിപ്പോഴും ഇവിടെ ഉണ്ട്. കരികുന്നംകാരൻ ഈസിക്കാർ. അപ്പം അതുപോലെ തന്നെ മറ്റേ അച്ഛനുണ്ട്, നമ്മുടെ വാലിലച്ഛൻ. പിന്നെ 5 പേരെ പുതിയൊന്നേലച്ഛൻ മരിച്ചുപോയി. വെളിയംകുളത്തച്ഛൻ മരിച്ചുപോയി. SC 1 more 5 പേരായിരുന്നു ഞങ്ങളെ. 12 പേര് ഇറന്നതാണ്. നമ്മുടെ പൂച്ചക്കാട്ടിലച്ഛൻ.
ഇത് പൂച്ചക്കരച്ചും വേറൊരാളുണ്ടല്ലോ, അദ്ദേഹം അല്ല, ഞാൻ പറയുമ്പോൾ മരിച്ചുപോയ അച്ഛനാ. അതാ മനസ്സിലായി. അങ്ങനെ ദൈവകൃപയാലെ പോയി വന്ന് ഞങ്ങൾ പിന്നെ മംഗലപ്പുഴ കർമ്മലഗിരിയിലുമായിട്ട് ഫിലോസഫിയും തിയോളജിയൊക്കെ പഠിച്ചു. ഓർഡിനേഷൻ്റെ സമയമായി. ഓർഡിനേഷൻ ആയപ്പോൾ അന്ന് ഒരു ഗുരുത്വം കിട്ടി. അന്ന് ദിവ്യകാരുണ്യ കോൺഗ്രസ് നമ്മുടെ ബോംബെയിൽ വെച്ചാണ് നടക്കുക. അപ്പം അത് ഏത് വർഷമാണ്? അത് 1964. 64 അപ്പം അത് കൂടുതൽ ആഘോഷമാക്കാനും കൂടുതൽ ഒരു പരസ്യം ആദ്യമായിട്ട് നടക്കുന്നതാണ്. ഇന്ത്യയിൽ ആദ്യം നടക്കുന്നത് അത് 1964. 64 ഡിസംബർ 1 ഞാൻ വൈദിക പട്ടം സ്വീകരിക്കുന്നത്. അത് അവിടെ വെച്ചാണ്, ബോംബെ വെച്ച്. അപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് അത് തെറപ്പി, അത് ഓരോ രൂപതയുടെയും മെത്രാന്മാരുണ്ടായിരുന്നു. അപ്പം അവർക്ക് പരിശുദ്ധ പിതാവിൻ്റെ സാന്നിധ്യം ഉണ്ട്. അദ്ദേഹം മെയിൻ സെലിബ്രൻ്റായിട്ട് നിൽക്കുന്നു എന്നും മറ്റ് ബിഷപ്പുമാരാണ് അവരുടെ ഒക്കെ ഷെമാശന്മാർക്ക് ഈ കർമ്മം വട്ടം കൊടുക്കുന്നത്. അങ്ങനെ 64 ഡിസംബർ 1 വൈദിക പട്ടം കിട്ടുന്നു. പിറ്റേ ദിവസം പിന്നെ ഫസ്റ്റ് മാസം അവിടെ തന്നെ ചൊല്ലി. പിന്നെ അവിടെ ഒരു 6-7 ദിവസം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ തങ്ങി എല്ലാം. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ഓരോരുത്തരും അവരവരുടെ ഇടവകയിലേക്ക് പോന്നു. അല്ല, ഇടവകയിലേക്ക് പോരുകയല്ല, ഞങ്ങൾ അവിടെ വന്നിട്ട് തിരിച്ച് സെമിനാരിയിലേക്ക് വന്നു. ഒരു 3 മാസത്തെ ട്രെയിനിങ് കൂടെ അവിടെ വെച്ച് കിട്ടി. എവിടെ ഞങ്ങൾ പഠിച്ചെടുത്ത് വീണ്ടും പിന്നെ വന്നു. പിന്നെ പുത്തൻ കുർബാനയായി കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് എങ്ങോട്ടായിരുന്നു? ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഞാൻ സെൻറ്റ് മേരീസ് കിടങ്ങൂര് അസിസ്റ്റൻ്റ്. ആരുടെ അന്ന് വികാരിയായിരുന്നു അവിടെ? നെടുമാക്കൽ തോമസ് അച്ഛനായിരുന്നു. തോമസ് അച്ഛൻ വികാരി, ഞാൻ അസിസ്റ്റൻ്റുമായിട്ടാണ്. അവിടെ 10 മാസമേ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം വന്നു ഞാൻ പേരൂർക്ക് പോകുന്നു. പേരൂർ ഇവിടെ അടുത്തല്ലേ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവിടെ കാമച്ചേരി അച്ഛനായിരുന്നു. അദ്ദേഹത്തിന് പ്രായമൊക്കെ ആയി, എന്തോ അസുഖം കൂടിയ അവസരത്തിലാണ് രാത്രിയിൽ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ അന്ന് വിനയനികോമില്ലേ, അദ്ദേഹമായിട്ടാണ് തുടക്കം വിനയനികോം എന്ന് എൻ്റെ ഓർമ്മ. പിന്നെ ഞാനവിടെ എന്നെ താൽക്കാലികമായിട്ടാണ് അവിടെ വച്ചതെങ്കിലും അങ്ങനെ പ്രത്യേക സാഹചര്യത്തിൽ ഞാനൊരു 3.5 വർഷം അവിടെ ഇരുന്നു. കാരണം അവിടെ ഈ വെള്ളാപ്പള്ളിക്കാരും ഈ കാരണവും കട്ടുകാരും ഒക്കെ അല്ലേ, അവരൊക്കെ അന്ന് നമ്മുടെ ഈ ഇത് പരിഷ്കരിക്കുന്ന ഒരു കാര്യമാണല്ലോ, നമ്മുടെ ലിറ്റേർജി. അത് മലയാളി ഇരിക്കുകയും പിന്നെ അതിന് ഒരു തുടക്കം. അപ്പോൾ അത് കഴിഞ്ഞ് 10 മാസം കഴിഞ്ഞപ്പം സെയിം ഈ പറയുന്ന പേരൂർക്കാണ് വന്നത്. പേരൂർ 3.5 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. അവിടുന്ന് പിന്നെ എന്നെ തോട്ടറയ്ക്ക് അരങ്കാവ്. യെസ്, പേരൂരിൽ തോട്ടറ. അവിടെ 3 വർഷം ജോലി ചെയ്ത് പിന്നെ തിരിച്ചിങ്ങോട്ട് പോന്നു. മകുടാലയം, മാഞ്ഞൂരെ മകുടാലയം പള്ളി. മകുടാലയത്തിൽ നിന്ന് പിന്നെ നേരെ ഞാനീ പറഞ്ഞ തേറ്റമലയ്ക്ക്, വയനാട്ടിലേക്ക്. അന്ന് അവിടെ കാക്കനാട്ടച്ഛനാണ്. ഞാൻ ഡീക്കിനായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തത്. അത് കുടിയേറ്റത്തിനൊക്കെ നേതൃത്വം നൽകിയ ഒരു അച്ഛനല്ലായിരുന്നു കാക്കനാട്ടച്ഛൻ അല്ലേ? കാക്കനാട്ടച്ഛൻ, അതെ. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ വീട് കിടങ്ങു പുന്നത്രയാണ്. പക്ഷേ അതിന് ശേഷം അവരുടെ കുടുംബം ഈ പറഞ്ഞ പോലെ നമ്മുടെ പയ്യാവൂരായി. കാക്കനാട്ടച്ഛനെ അവിടെ വികാരിയായിട്ട് നിയമിച്ച് അയച്ചപ്പോൾ അദ്ദേഹത്തെ മണ്ണൂർ പള്ളിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ പോയത് ഞാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇവിടെ ആണല്ലോ. ഞാനാ കൂടെ പോയത്. എന്നെയാണ് പിന്നെ വേറെ 1-2 അച്ഛന്മാരെ ട്രാൻസ്ഫർ കഴിഞ്ഞതിന് ശേഷം എന്നെ അങ്ങോട്ട് വിട്ടു. അത് തേറ്റമഴി എന്ന് പറയുമ്പോൾ ഒരു
മൊത്തം മലയാണ്. അത് പോയി കണ്ടിട്ടുള്ളവർക്കേ അറിയത്തുള്ളൂ. ഒരു 8-10 മലകളാണ്. മലകള. അത് ഈ അത് തേറ്റമല, പൊടിഞ്ഞാൽ മല, കൂവരിഞ്ഞി മല, ഇങ്ങനെ മലകളാണ്. പക്ഷേ അതേസമയം തന്നെ നമ്മുടെ ആളുകൾ മൊത്തം കുറവാണ് അന്ന്. അതൊരു കോളനൈസേഷൻ അല്ലല്ലോ. അല്ലല്ല. അത് ഈ ഉഴുതിരുന്നും ഒക്കെയാണ് കൂടുതൽ ആളുകളെ അവിടെ പോയിട്ടുള്ളത്. അവിടെ ചെന്ന് അവർ വഴിയായിട്ടാണ് പിന്നെ സ്ഥലം കുറവുള്ളവരൊക്കെ അങ്ങോട്ട് വന്ന് അപ്പോൾ അവിടെ കൂടുതലും എസ്റ്റേറ്റാണ്. അവിടെ തേറ്റമല്ല കേന്ദ്രീകരിച്ച് ഞാൻ ഒരു 6 വർഷം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടുന്ന് ഒരു 4 കിലോമീറ്റർ 4 തന്നെയിലായിരിക്കും അവിടെയായിട്ടൊരു ഇതിൻ്റെ ഒരു സബ്സ്റ്റേഷൻ പോലെ, തേറ്റമലയുടെ ഒരു സബ്സ്റ്റേഷൻ. അപ്പോൾ അവിടെ ഒരു 10-70 വീട്ടുകാരന്നുണ്ട്. ഇപ്പോൾ അതിലൊക്കെ കൂടുതലായി. അപ്പോൾ അവിടെ ഒരു അന്നത്തെ ഈ കണിയാറുമ്പലച്ചനാണ് തേറ്റമല, നമ്മുടെ ഇങ്ങനെ കാക്കനാട്ടച്ചനാണ് അവിടുത്തെ ഒരു തുടക്കം കുറിച്ചായിരുന്നു. പിന്നെ അത് പിന്നെ ഞാൻ നോക്കേണ്ടി വന്നു. നോക്കുക എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ കുറവുണ്ടത് സ്വയം പര്യാപ്തതയിലാക്കിയിട്ടാണ് ഞാൻ ഈ 6.5 വർഷം കഴിഞ്ഞപ്പം എനിക്ക് പോകുന്നത്. അവിടെ ഒരു അവിടെ ഒരു വലിയ ഒരു ടൗൺ, ഒരു നല്ല വില കുറച്ച് കൊടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സെൻറ്റർ ഇപ്പോൾ അതാണ്. അത് തേറ്റമല്ലേ തന്നെ ഒരു സെൻറ്ററുണ്ട്, വെള്ളമുണ്ട് എന്ന് പറഞ്ഞു. വെള്ളമുണ്ട്. അത് നമ്മുടെ കുന്നശ്ശേരി അച്ഛനായിട്ടാണ് ആ സ്ഥലം മേടിക്കുന്നത്. അങ്ങനെ അത് പള്ളിക്ക് സ്വന്തമായ നിലയിൽ വാടക കിട്ടി കഴിഞ്ഞുകൂടാനുള്ള ഒരു സാധ്യത ഉണ്ടായി, അതെന്ന് പറയാം. അപ്പോൾ ആ പൊളിഞ്ഞതിൽ നിന്ന് പിന്നെ നമ്മുടെ ആളുകൾ പറയാം അവിടുന്ന് ഒരു 20 തേറ്റമലയിൽ നിന്നൊരു 30-35 കിലോമീറ്റർ ഉണ്ട്. ഈ കമ്പളക്കാട് പനമരം, കമ്പളക്കാട് മാനന്തവാടി, അതെ, അന്ന് കോഴിക്കോട് സൈഡിലെ കോഴിക്കോട്ട് പോകുന്ന വഴിക്ക് അവിടെ നമ്മുടെ ആളുകൾ ഒരു 100 കുടുംബങ്ങളിൽ താഴെയുണ്ട്. അത് ചിതറിക്കിടക്കുക. അന്ന് മാനന്തവാടി രൂപതയുണ്ട്, അവിടെ 1-2 പള്ളികളുണ്ട്. പിന്നെ ഈ നമ്മുടെ കോഴിക്കോട് രൂപതയുടെ ഒരു വലിയ പള്ളിയും കുറേ ഏറ്റവും ദളിതരായിട്ടുള്ളവർ ഒക്കെ അതൊരു ചെറിയ രൂപതയുടെ വരുമാനവും കാര്യങ്ങളും എല്ലാം ഉള്ളത് തന്നെയാണ്. അപ്പം നമ്മുടെ ആളുകളാണ് അവിടുത്തെ മിടുക്കന്മാർ, അവിടുത്തെ സംഘടനകളെയൊക്കെ. അപ്പം നമുക്കവിടെ പള്ളി ഉണ്ടാക്കാൻ നല്ലതാണെന്ന് തോന്നിയെങ്കിലും ഇവർ ശക്തമായിട്ട് എതിർക്കുന്ന അറിയാം. നമ്മുടെ ആളുകൾ, അവിടുത്തെ പ്രമാണികൾ. അതാ എനിക്ക് അനുഭവം ഉണ്ട്. എന്നാലും എനിക്ക് വിശ്വാസമുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർ സഹകരിക്കുന്നു. ഏതായാലും കുറേ കുടുംബക്കാർ പുന്നത്തറയിൽ നിന്നും കട്ടച്ചിറയിൽ നിന്നൊക്കെ പോയവർ അതിന് സഹകരിച്ചു. അവിടെ ഞാനൊരു 4 ഏക്കർ സ്ഥലം വാങ്ങിച്ചു. പിന്നെ ഒരു പള്ളിക്കുള്ള സാഹചര്യങ്ങൾ അടുപ്പിച്ചു. പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണുള്ളൂ. അതിന് അങ്ങ് താമരശ്ശേരി ചെന്ന് ഒരു 500 നല്ല വണ്ടുമരം മേടിച്ചിട്ടുണ്ടെന്ന് വെച്ചു. അപ്പോൾ അത് പള്ളിയും അതോടനുബന്ധിച്ചൊരു മുറിയും കാര്യങ്ങളൊക്കെ ആയി. അതിനൊത്തിരി കഷ്ടപ്പാട് അവർക്കും ഉണ്ടായിട്ടുണ്ട്, ആ കൂട്ടത്തിൽ എനിക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അവിടെ ഈ മയിലപ്പറമ്പേക്കാർ, അങ്ങനെ പിന്നെ ഇവരെ കൈനിക്കരപ്പാറ, അങ്ങനെ കുടുംബങ്ങളുണ്ട്. അവരതുവരെ ഈ പറഞ്ഞ മാനന്തവാടി രൂപതപ്പെട്ട പള്ളി ആയാലും പിന്നെ ഈ പള്ളിക്കുന്ന് പള്ളി ഒക്കെ ആയിട്ടാണ് കഴിഞ്ഞിരുന്നത്. ഏതായാലും ദൈവത്തിൻ്റെ കുറവുണ്ട് ഇന്നത് ഒരു നല്ല അന്തരീക്ഷത്തിലാണ് അത് പോകുന്നത്. പിന്നെ ഈ തേറ്റമലയിൽ നിന്ന്
പുളിഞ്ഞാലിൽ ചെന്നാണ് അന്ന് നമ്മൾ സഹകരിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് പിന്നെ ഈ ഒരു ഏകദേശം ഒരു 25-30 കിലോമീറ്റർ ഉണ്ട് ഈ പറയുന്ന പനമരം, തണവരം. കമ്പളക്കാട് ഏരിയയിലായി ഈ പറയുന്ന നമ്മുടെ ഏച്ചോ ഏച്ചോ, ഏച്ചോ 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 അവിടെയാണ് നമുക്ക് പൊതുവെ സ്ഥലം മേടിക്കേണ്ടതൊക്കെ വന്നത്. അങ്ങനെ ചെയ്ത് അതും സ്വയം നല്ല റോഡിൻ്റെ സൈഡിലാണ്. പക്ഷേ പോകുന്നവർക്കും വരുന്നവർക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മളെ അവിടെ ഒരു നേതൃത്വം എടുക്കുന്നവർക്ക് ശരിയായ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അതിൽ സന്തോഷമുണ്ട്. അങ്ങനെയൊക്കെ അപ്പോഴത്തേനും വർഷങ്ങളങ്ങോട്ട്. അപ്പം ഞാനവിടെ വെച്ച റബ്ബർ തന്നെ ഒരു 5 വർഷമായി. 5 വർഷമായി. അതിന് മുമ്പാണല്ലോ തേറ്റമല ചെല്ലുന്നത്. തേറ്റമല എന്നല്ലേ പിന്നെ ഞാൻ പൊളിഞ്ഞാൽ കവർ ചെയ്ത് അങ്ങനെ അങ്ങ് പോയി. അപ്പം ആയിട്ടുണ്ട്. അപ്പം അതുകൂടാതെ പള്ളിക്ക് വടക്ക് വശേ പുതുശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതിലൊരു 2000 ഹെക്ടർ ഈ എസ്റ്റേറ്റ്, തേയില എസ്റ്റേറ്റുള്ള ഒരു തോട്ടം. അത് ഈ വലിയ തമിഴന്മാർ മേടിച്ചത് മറ്റാ ഭഗവതി എസ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അത് ഏറ്റവും വലിയ എസ്റ്റേറ്റ്. അതിൻ്റെ അപ്പുറത്താണ് ഒരു 60-70 വീട്ടുകാരുണ്ടെന്ന്. അപ്പോൾ അവർ ഈ എസ്റ്റേറ്റ് കവർ ചെയ്ത് വേണം പള്ളി വരാൻ. പക്ഷേ അവർക്ക് ഒരു പള്ളി ഉണ്ടാകണമെന്ന് അവിടെ വലിയ ആഗ്രഹമാണ്. മാനന്തവാടി രൂപതയുടെ ഒരു പള്ളി ആ ഏരിയയിലുണ്ട്. അപ്പോൾ അവരത്യാവശ്യത്തിന് അവിടെ പോകുന്നെങ്കിലും മാനന്തവാടി രൂപതയിലെ ഒരച്ഛനല്ല അവിടെ ജോലി ചെയ്യുന്നത്. മക്കിയാട് ഒരു ആശ്രമമുണ്ട്. അവിടുത്തെ ഒരച്ഛനെയാണ് അവിടെ ആക്കി. അപ്പം എങ്ങനെയാണോ അവർ തമ്മിൽ ഒരു യോജിപ്പില്ലാത്ത നിലയില്ല. അച്ഛനും അവരോട് വെറുപ്പായി, ആളുകൾക്കും അച്ഛനും ഒരത്ത് യോജിപ്പില്ലാത്ത. ഇവരെല്ലാവരും കൂടെ എൻ്റെ അടുക്ക വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നിങ്ങളവിടെ അടുത്ത് സ്ഥലം അന്വേഷിക്കുക. ഇതിപ്പം നമ്മുടെയൊക്കെ ആ പ്രത്യേക മൂഡിൽ നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കലയൊക്കെ പറഞ്ഞത്. അങ്ങനെ അത്യാവശ്യം വരികയാണെങ്കിൽ നമുക്ക് വേഗം ശരിയാക്കാം. അതല്ലെങ്കിൽ നമ്മൾ സ്ഥലം മേടിച്ച് കഴിയുമ്പോൾ അവർക്ക് തോന്നും അവരെ നോക്കാൻ ആളുണ്ട്, അപ്പം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നടക്കുമെന്നൊക്കെ. ഏതായാലും ഞാൻ തന്നെ അതിനും മുന്നോട്ടിറങ്ങി. കുന്നശ്ശേരി പിതാവിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. കുന്നശ്ശേരി പിതാവിൻ്റെ കാലത്താണ്. ഉടനെ പിന്നെ ഞാനവിടെ ഇപ്പം ഇന്ന് ഇരിക്കുന്ന പള്ളിയുടെ മുൻവശത്ത്, ഇന്നിപ്പോൾ പുതുശ്ശേരിയിൽ നമ്മുടെ പള്ളി ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുൻവശത്ത് ഒരു 75 സെൻറ്റ് സ്ഥലം ഒക്കെ അതിൽ അതിൻ്റെ നടുക്കൂടെ വഴിയുണ്ട്. എന്നിട്ട് പബ്ലിക് റോഡല്ല. അപ്പം നമ്മുടെ ആളുകളൊക്കെ അവിടെ ആ ഏരിയയിലാണ് താനും. അവിടെ ചെന്ന് അതിൻ്റെ ഒരു ഉടമയെ കണ്ടു. ഞാനും ഉണ്ട്. അവർ സംസാരിച്ച് അന്ന് തന്നെ ഈ 75 സെൻറ്റ് സ്ഥലം കരാർ എഴുതി മേടിച്ചു. അപ്പോൾ അവർക്കൊരു സന്തോഷമായത്. ഏതായാലും നമുക്ക് സ്ഥലം മേടിച്ചല്ലേ, ഇനിയിപ്പം ബാക്കി കാര്യങ്ങൾ. അവർ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിച്ചു. ഞാൻ പോരുമ്പോൾ പള്ളിയായില്ല. അല്ല, പക്ഷേ ഉടനെ പിന്നെ അവരെല്ലാവരും കൂടി പിന്നീട് അങ്ങോട്ട് ചെന്ന അച്ഛൻ്റെ നേതൃത്വത്തിൽ എനിക്ക് പിന്നാലെ ചെന്നത് ഇങ്ങനെ കൊരട്ടിലച്ഛനാണ്. അവിടവും അങ്ങനെ തെളിഞ്ഞു കിട്ടി. അപ്പോൾ അങ്ങനെ അവിടെ പോയതുകൊണ്ട് ഈ പറഞ്ഞ തേറ്റമല സാധിച്ചത്. അതിൻ്റെ ഒരു പൂർണ്ണ രൂപം കിട്ടണമെങ്കിൽ അവിടെയുള്ളവരാരെങ്കിലും നമ്മളോട് പറയുമ്പോഴേ നമുക്കതിൻ്റെ കാരണം പള്ളിയിൽ നിന്ന് നമ്മുടെ നിലവിലുള്ള തേറ്റമല പള്ളിയിൽ നിന്ന് ഒരു 6-7 കിലോമീറ്ററെങ്കിലും ഉണ്ട്. ഇപ്പോഴത്തെ വിസ്തീർണം പറഞ്ഞ കുറേ കൂടിയുണ്ട്. കാരണം ഇപ്പം കുറച്ചുകൂടി ആളുകളെ അങ്ങോട്ട് വന്നു. തേറ്റമലയിൽ നിന്ന് അങ്ങോട്ട് അച്ഛൻ വന്നു. തേറ്റമല ഞാൻ നേരെ വരുന്നത് കുറുമുള്ളൂർക്കാണ്. അവിടെ ഞാൻ 5 വർഷം, മറ്റേടത്ത് 6-6.5 വർഷത്തോളം 3-4 സ്ഥലത്ത് മേട്ടിൽ.
കുറുമുള്ളൂർ നേരെ കൂടലൂർക്കാവുന്നു. കൂടല്ലൂരാണ്. അവിടെ 4 വർഷം ഇരുന്നു. 4 വർഷം. അവിടെ നിന്ന് പിന്നെ പുന്നത്തറയ്ക്കായിരുന്നു. പുന്നത്തറയ്ക്ക്. അവിടെ 3 വർഷം ഇരുന്നു. 3 വർഷം ഇരുന്ന് പിന്നെ എന്നെ കരിങ്കുന്നത്തിന് വിട്ടു. കരിങ്കുന്നത്തിന് കുന്നശ്ശേരി പിതാവ് കളിച്ചതിൻ്റെ കുന്നശ്ശേരി പിതാവ് ഉദ്ദേശത്തോടുകൂടിയാണ് എന്നെ വിട്ടത്. കാരണം പുന്നത്തറ നിന്ന് അങ്ങോട്ട് വിട്ടത്. അവിടെ ചെന്നു കഴിഞ്ഞപ്പം ഇവിടുത്തുകാർക്ക് എൻ്റെ സ്ഥലം മാറ്റം ഇഷ്ടപ്പെട്ടില്ല. അവർ പ്രശ്നങ്ങളുണ്ടാക്കി. അങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കിയപ്പം അതിന് കാരണക്കാരൻ ഞാനാണെന്ന് രൂപതക്കാരൻ എനിക്ക് കുന്നശ്ശേരി പിതാവ് ഉദ്ദേശശുദ്ധിയോടുകൂടി തന്നെയാണ് കിളങ്ങുവല്ല പുന്നത്തറ എന്ന് ഇവിടെ കരിമത്തിന് തന്നത്. പക്ഷേ അത് അവിടെ അവർ പ്രശ്നമുണ്ടാക്കി അതൊരു അവരുടെ ഭാഗത്തുനിന്ന് അതിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് അന്ന് അവിടെ ഇരുന്ന വികാരി ജനറലോ അല്ലെങ്കിൽ അവിടുത്തെ കാര്യസ്ഥരായിട്ടുള്ള അച്ഛന്മാർ കാര്യങ്ങൾ പറഞ്ഞ നിസ്സാരമായ കാര്യമേ ഉള്ളൂ. അതിൻ്റെ അടുത്ത് നമ്മുടെ ഈ ചങ്ങനാശ്ശേരിക്കാരുടെ ഒരു അത് നമ്മുടെ പള്ളിയിൽ നിന്ന് വിട്ടുപോയതാണ്. നമ്മുടെ പള്ളിയിൽ നിന്ന് പാകിച്ച് കൊടുത്ത് വിട്ടതാണ്. അങ്ങനെ അപ്പോൾ അവർ ഈ 2 കൂട്ടരും കൂടി ഒരു ഇൻഡസ്ട്രി അവിടെ പള്ളിക്ക് പണം ഉണ്ടായിരുന്നു. അത് പണമല്ല, സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് അതിൽ അവർക്ക് നമ്മുടെ ആളുകൾക്ക് അത് ചെയ്യുന്നതിൽ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ രൂപതയിൽ അത് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. മുന്നോട്ട് വരുമ്പം പ്രശ്നമുണ്ടാകും. എന്നാൽ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. അത് പറയാനോ മനസ്സിലാക്കാനോ ഉള്ള ഒരു തൻ്റെ അവർ കാണിച്ചില്ല എങ്കിൽ എന്നാലും അതുകൊണ്ട് ആ പ്രസ്ഥാനം ഉണ്ടായിട്ടില്ല, ഇവിടെ ഉണ്ടായില്ല. എങ്കിലും ദൈവകൃപയിൽ അതും നല്ല പാരിഷായിട്ട്. അവസാനം പിന്നെ അച്ഛനെ റിട്ടയർ ചെയ്ത് എവിടുന്നായിരുന്നു? അവിടുന്ന് പിന്നെ എസ് ഞാൻ പറഞ്ഞു പുന്നത്തറ കരിങ്കുന്നത്തിന് സ്നേഹിതാണ് ഞാൻ പോകുന്നത്. പിന്നെ നേരെ മാങ്കടപ്പള്ളി. അത് ഞാൻ ചെല്ലുമ്പോൾ അത് ഈ പിറവത്തുനിന്ന് കുറേ പേര് പോയി താമസിക്കുന്നതാണ്. അവിടെ ചെന്നവരെല്ലാം അധ്യാപകരാണ് കൂടുതലും. മാങ്കടപ്പള്ളി എന്ന് പറയുമ്പോൾ അവിടെ യാക്കോബക്കാരുടെ ഒരു സെൻ്ററാണ്. പിന്നെ അവിടെ ഇരുന്ന് ഒരു 5 വർഷം അവിടെ ഇരുന്നു. അവിടെ ദൈവത്തിൻ്റെ കുറവുകൊണ്ട് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തതിൻ്റെ ഫലമായിട്ട് കോൺവെൻറ്റും ഒരു പള്ളിക്കൂടം അടുത്ത അച്ഛൻ്റെ ഒരു പള്ളിക്കൂടം മേടിച്ചു. അങ്ങനെ അതൊന്നും ഇപ്പോൾ ഒരു നല്ല പാരിഷായിട്ട് ഈ നമ്മുടെ കാര്യത്താച്ചിലിരിക്കുന്ന കുന്നത്തച്ഛൻ്റെ ഇടവയാണ്. അച്ഛനോട് സർവ്വ വിവരം അറിയാം. അന്ന് ഞാനവിടെ ചെല്ലുമ്പോൾ പൂജ്യമാണ് സത്യത്തിൽ. ഇന്ന് അത് അതിമനോഹരമായ ഒരു അന്തരീക്ഷമാണ് എന്നുള്ളത്. അവിടുന്ന് പിന്നെ അവിടുന്ന് നേരെ പർവ്വത്തേക്കാണ് പോയത്. 5 വർഷം ഈ ഇവിടെ ജോലി ചെയ്തതിന് ശേഷം മാങ്കടപ്പള്ളി നേരെ പർവ്വത്തിനാണ് പോയത്. പർവ്വത്തും 5 വർഷം അവിടുന്ന് പോകുന്നത് അരീക്കരയും 3 വർഷം ഇരുന്നു. അപ്പം മാങ്കടപ്പള്ളിയിലും പിറവത്തും 5 വർഷം വീതം, മറ്റടുത്ത് അരീക്കര 3 വർഷം. അരീക്കരയിൽ നിന്ന് പിന്നെ ഞാൻ പോകുന്നതും മാറിയ 3 വർഷം ഇരുന്നു. അങ്ങനെ അവിടെ കൊണ്ട് അവന്നപ്പോൾ അന്നേരം എനിക്കൊരു അപകടം ഉണ്ടായി. അവിടെ വെച്ചാണ് അപകടം ഉണ്ടാകുന്നത്. അപകടം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ പള്ളിയുടെ മുൻവശത്ത് ഇവിടെ പല ഈ തോടുകളെ ഒരു വലിയ തോടായിട്ട് പോകുന്നുണ്ട്. അതിൽ സർവീസ് ഉണ്ടായിരുന്നേ. അങ്ങനപ്പം പാലം ഇല്ലാതെ വന്നവിടെ. പിന്നെ അതിനു വേണ്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ നടന്ന വഴിക്ക് അങ്ങനെ ആ പണികളിൽ കൂടുതൽ ശ്രദ്ധിച്ചതിൻ്റെ പരമായിട്ട് ഒരു മെയിൻ റോഡിൽ നിന്ന് വെട്ടിച്ചയച്ച ഒരു മൺ റോഡ്. ഞാൻ ആ മൺ റോഡ് ഇറങ്ങിയപ്പോൾ സ്ലിപ്പ് ചെയ്ത് പോയി. സ്ലിപ്പ് ചെയ്തിട്ട് ഹിപ്പി എന്നാണ്
അതെ അതെ. ചാന്തി എന്നാണ് കഴിച്ചത്. ഈ ചാന്തി എന്ന് ചെന്നപ്പോഴത്തേനും ഈ അരക്കൂട്ടല്ലേ അതെ അതെ. കാല് രണ്ടിനും അതെ. അതോടുകൂടി പിന്നെ അവിടെ ഒരു വർഷം ആ ചാഴികാരൻ്റെ ആശുപത്രിയിലാണ്. അന്നേരം അച്ഛന്മാർ വന്ന് നമ്മുടെ അച്ഛന്മാർ തന്നെ വന്ന് സഹായിക്കുമായിരുന്നു. നാല് അച്ഛന്മാർ ഒരു വർഷം വന്ന് എനിക്ക് ആത്മാർത്ഥമായ ഒരു സ്നേഹത്തോടെ ശുശ്രൂഷയ്ക്ക് ശേഷമാണ് എനിക്കും അവസാനം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛനും എനിക്ക് ഞാനിങ്ങോട്ടും പോന്നു. അച്ഛന് ഇവിടെ ഒഴൂർ കസിദ്ധിയായിട്ടും പോയി. അങ്ങനെയാണ് അവസാനിക്കുന്നത്. അച്ഛനെ കഴിഞ്ഞ കാലം ജീവിതം എന്ന് വെച്ച് നോക്കുമ്പോൾ അച്ഛൻ എന്താണ് ഒരു തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് അത് എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ള ഒരു സന്തോഷം ഈ പറയുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഒരു 10-16 ദേവാലയങ്ങളിൽ കൂടെ കടന്നു പോകുന്നില്ലേ, അവിടെ ഓരോ സമൂഹവും ഉണ്ടല്ലോ. ആ സമൂഹത്തിൻ്റെ ആത്മീയ ശുശ്രൂഷയ്ക്ക് പുറമെ അവരുടെ സാമൂഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി മാത്രമായിരിക്കണമല്ല. ഒരു പള്ളിക്കൂടാണേലും അവർക്ക് വേണ്ടി മാത്രമല്ലല്ലോ, ഒരു റോഡാണെങ്കിലും അവർക്ക് മാത്രമല്ല. അങ്ങനെ ചെയ്തതിലൂടെ ആത്മസംതൃപ്തിയുണ്ട്. അതിൻ്റെ നന്ദി ഇന്നും അവർ കാണിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനയിലെ ഇന്നും എന്നെ ഓർമ്മിക്കുന്നുണ്ട്. അതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ നിധി. യാതൊരു സംശയവുമില്ല. അപ്പോൾ അച്ഛന് വളരെ നന്ദി. അച്ഛനെ മനസ്സിലാക്കിയുള്ള അച്ഛന് ഈ ആത്മീയ ശുശ്രൂഷ മാത്രമല്ല, സാമൂഹിക സേവനവും ഒരു വലിയൊരു ഘടകമായിട്ട് അച്ഛൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അച്ഛൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചതിന് പ്രത്യേകം സന്തോഷം. അച്ഛൻ്റെ എല്ലാവിധ ആശംസകളും.